ഇടപ്പള്ളി മേത്താനം റോഡിൽ മുട്ടാർ ഭാഗത്ത് നിലവിൽ ഒരു കാന ഉള്ളപ്പോൾ റോഡ് വെട്ടിപ്പൊളിച്ച് വീണ്ടും കാന നിർമ്മിക്കുന്നു. ഇടപ്പള്ളി മേത്താനം റോഡിൽ മുട്ടാർ ഭാഗത്ത് വായനശാല കവലയിലാണ് വിചിത്രമായ കാന നിർമ്മാണം നടക്കുന്നത്. നിലവിൽ ഈ റോഡിൽ കാന നിർമ്മിച്ച് സ്ലാബ് ഇട്ടിട്ടുള്ളതാണ്. ഇതിന് പുറമെയാണ് ടാർ ചെയ്ത റോഡ് വെട്ടിപ്പൊളിച്ച് ഒരേ ദിശയിൽ മറ്റൊരു കാന നിർമ്മിക്കുന്നത്. കാനയുടെ നിർമ്മാണ ലക്ഷ്യം എന്തെന്ന് നാട്ടുകാർക്ക് പോലും മനസ്സിലായിട്ടില്ല. നൂറുകണക്കിന് വാഹനങ്ങൾ ദിനംപ്രതി കടന്നുപോകുന്ന ഈ റോഡ് വെട്ടിപ്പൊളിച്ച് കാന നിർമ്മിക്കുന്നതിലൂടെ വീതി കുറയാനും ഗതാഗത കുരുക്കിനും വഴിയൊരുക്കുമെന്ന് നാട്ടുകാർ പറയുന്നു. പുതിയതായിട്ടുണ്ടാക്കിയാണ് കാണാൻ തീർച്ചും അശാസ്ത്രീയമാണ്. നിലവിൽ അവിടെ ഒരു കാണ നിലനിൽക്കുകയാണ് ഈ പുതിയ അശാസ്ത്രീയമായ കാണ നിർമ്മാണം ഇവിടെ നടത്തിയിരിക്കുന്നത്. നടു റോട്ടിൽ കൂടി ഒരു വളവ് പോലെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് എത്രയോ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. അപ്പം എന്താണ് ഇതിൻ്റെ കാരണമെന്ന് മനസ്സിലാവുള്ള. നിലവിലുണ്ടായിരുന്ന 2.5 മീറ്റർ മേളിലുള്ള ഒരു കാണയും തോടുമായിരുന്നത് ചുരുക്കി സോഡാക്കുപ്പിയുടെ കഴുത്ത് പോലെ വളരെ ചെറുതായിട്ട് മാറി. ഈ കാണയിൽ കൂടി പോയിക്കൊണ്ടിരുന്ന വെള്ളം, ഇവിടെ ഒരു വെള്ളക്കെട്ടുണ്ടായിരുന്നില്ല മുൻകാലങ്ങളിൽ. നേരെ വായനശാല ജംഗ്ഷനിൽ നിന്ന് ഇന്ദിരാജി പാലത്തിൻ്റെ അങ്ങോട്ട് തിരിയുന്നിടത്തുണ്ടായിരുന്ന കുളത്തിൽ ചാടിയിട്ട് അവിടുത്തെ ആ കലങ്കിൻ്റെ അടിയിൽ കൂടിയാണ് നേരെ തോലം കുത്തിയ തോടിൽ പോയി ചാടിക്കൊണ്ടിരുന്നത്. അത് 2.5 മീറ്റർ വീതി ഉണ്ടായിരുന്ന വലിയ തോടാണത്. അപ്പം അത് ആ കാണ ഇപ്പം നിലവിൽ ഉള്ള കാണ അവിടെ നിർത്തിക്കൊണ്ടാണ് പുതിയൊരു കാണ നടു റോട്ടിൽ കൂടി പണിതുകൊണ്ടിരിക്കുന്നത്. ആ കാണയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല. ആ കാണയുടെ അശാസ്ത്രീയമായിരുന്നു ഇപ്പം വീണ്ടും ഒരു അശാസ്ത്രീയമായ കാണ പണിയുന്നത്. മുനിസിപ്പൽ രജിസ്റ്ററിൽ RCI രജിസ്റ്ററിലുള്ള എത്രയോ കലങ്കുകൾ ഇവിടെ എല്ലാം മൂടിയിട്ടിരിക്കുകയാണ്. ഈ കലങ്കുകളൊക്കെ ഓപ്പൺ ചെയ്ത് പഴയ ആ കാണകളെല്ലാം പുനഃസ്ഥാപിക്കണം. നൂറുകണക്കിന് വാഹനങ്ങൾ ദിനംപ്രതി കടന്നുപോകുന്ന ഈ റോഡ് വെട്ടിപ്പൊളിച്ച് കാന നിർമ്മിക്കുന്നതിലൂടെ വീതി കുറയാനും ഗതാഗത കുരുക്കിനും വഴിയൊരുക്കുമെന്ന് നാട്ടുകാർ പറയുന്നു. ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടമില്ലാതെയും അവധി ദിവസങ്ങൾ നോക്കി കാന നിർമ്മിക്കുന്നതിലും ദുരുദ്ദേശമുണ്ടെന്ന് നാട്ടുകാർ ആരോപിച്ചു. നിലവിലുള്ള കാന അറ്റകുറ്റപ്പണി നടത്തി വെള്ളത്തിന്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കണമെന്നും പുതുതായി നിർമ്മിക്കുന്ന കാന അടയ്ക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. അതേസമയം ഇടപ്പള്ളി മേത്താനം റോഡിൽ നിരവധി കലങ്കുകളും കാനകളും ഉണ്ടെങ്കിലും കലങ്കുകൾ എല്ലാം അടഞ്ഞ സ്ഥിതിയിലും കാനകളെല്ലാം കയ്യേറ്റത്തിന്റെ വക്കിലുമാണെന്ന് ആരോപണമുണ്ട്. കളമശ്ശേരി നിയോജകമണ്ഡലത്തിലെ വാർത്തകളും നാട്ടുവിശേഷങ്ങളും തത്സമയം കാണുന്നതിന് കളമശ്ശേരി ലോക്കൽ ന്യൂസ് ഫേസ്ബുക്ക് ചാനലും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ.